ഹായ്, കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ക്ലബ്ബിൽ സംഭവിച്ചു. ഫസ്റ്റ് നമ്മുടെ കോച്ചിനെ സാക്ക് ചെയ്തു. ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ പല ഫോറിൻ പ്ലേയേഴ്സും ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നില്ല, ചിലർ റിട്ടേൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. അതേപോലെ നോഹ സദുവിനെ നമ്മൾ സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാർക്കസും കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു Q&A സെഷൻ ഇന്ന് നടന്നു. സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സും നമ്മുടെ എസ് CEO ഒക്കെ തമ്മിലായിട്ട് അത് നല്ലൊരു സെഷനായിരുന്നു. പക്ഷേ അതിൻ്റെ യാതൊരു ഡീറ്റെയിൽസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നല്ല. കാരണം പ്രത്യേകം ക്ലബ്ബ് പറഞ്ഞിട്ടുണ്ട് അത് പറയരുന്നു. സോ അത് പ്രതീക്ഷിച്ചിട്ടാരും ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് കോച്ചിൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങാം. ഇവാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കോച്ചാണ്. നമ്മുടെ ക്ലബ്ബ് വളരെ മോശം സാഹചര്യത്തിൽ കൂടെ പോകുന്ന ടൈമിലാണ് പുള്ളി കോച്ചായിട്ട് വരുന്നത്. ഫസ്റ്റ് സീസൺ തന്നെ നമ്മുടെ ഫൈനലിൽ എത്തിക്കാനായിട്ട് പറ്റി. തുടർച്ചയായിട്ട് നമ്മളെ പ്ലേ ഓഫിൽ എത്തുന്ന ഒരു കൺസിസ്റ്റൻ്റ് ടീമായിട്ട് മാറ്റാനായിട്ട് പുള്ളിക്ക് സാധിച്ചു. കോച്ചിങ്ങിനേക്കാളും ഉപരിയായിട്ട് പുള്ളി എടുത്ത് പറയേണ്ടതാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ. പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ സംഭവം, ഒരു വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കോച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേവിഡ് ജെയിംസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് പുള്ളിയുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ലാസ്റ്റ് 2 സീസൺ ആകെ 2 ഹോം മാച്ച് മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു 5ഓളം എവേ മാച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാച്ച് കാണാൻ പോകുമ്പോഴും പുള്ളിയുടെ സൈഡിൽ നിന്നുള്ളൊരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അത് എന്തായാലും നമുക്ക് എന്തായാലും ഒരു മിസ്സിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് വന്നപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചില്ല. കാരണം അത്യാവശ്യം തിരക്കേടിലാണ്, ഫാൻസിനൊക്കെ ഹാപ്പി ആയിട്ട് പുള്ളി കൊണ്ടുപോകുന്നുണ്ട്. പുള്ളി ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. KBC പോലുള്ളൊരു ക്ലബ്ബ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മാനേജറായിരുന്നു. ഒരു മോർ ദാൻ കോച്ചിങ് നമുക്കൊരു മാനേജ്മെൻറ്റും കൂടി ഫാൻസായിട്ടൊരു കണക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം കാര്യമായിട്ടൊരു അച്ചീവ്മെൻറ്റ് നമുക്കില്ല, പക്ഷേ എന്നാലും ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് താനും. അപ്പോൾ അവരെല്ലാവരും കൂടി കൊണ്ടുപോകും വേണം, കളിയും പോകണം. അതിന് പറ്റിയൊരു മാനേജറായിരുന്നു ഇവൻ. പക്ഷേ പുള്ളി മാറ്റാനാണ് നമ്മുടെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചത്. 3 ഇയേഴ്സായി, 1 ഇയറും കൂടി ഉള്ളൊരു കോച്ചായിരുന്നു. പക്ഷേ കുറച്ചും കൂടി റിസോഴ്സ് കൊടുത്ത് പുള്ളിക്ക് 1 ഇയറും കൂടി വേണേൽ ട്രൈ ചെയ്യായിരുന്നു. പക്ഷേ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റ് പറഞ്ഞ കോച്ചിനെ ഒഴിവാക്കിയത്. അപ്പോൾ അത് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്ന നമ്മുടെ മനസ്സിൽ വരുന്നതാണ്, ഇതൊരു റൈറ്റ് ഡിസിഷൻ ആയിരുന്നോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഒരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള മോളിക്കാണോ അടിക്കുകയാണെന്നുള്ളത് ഒരു പുതിയ കോച്ചിനെ നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി എന്താ പറയുക, ഒരു വിൻ ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ച് ആയിരിക്കും മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ആ കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് ഈ ഇവാനിൽ മിസ്സിംഗ് ആയിട്ട് കാണും. പുതിയ ഒരു കോച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എക്സാക്റ്റ് ഒരു ഇവാൻ ലൈക്ക് അല്ലെങ്കിൽ ഇവാൻ്റെ ഒരു കോപ്പി പോലെ പറ്റുന്ന. നേരത്തെ പറഞ്ഞ പല ഫാക്ടേഴ്സും ഈ ഒരു ഫാൻസ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് പറയുകയാണ്. അത് നമുക്ക് മറ്റു കോച്ചുകളെ, പിന്നെ മറ്റു കോച്ചുകളെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ തന്നെ ഒരു മടിയുണ്ട്. പക്ഷേ ഇവൻ്റെ കേസിൽ അങ്ങനെയല്ല. തിരിച്ചും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ഫാൻസ് ഉള്ള ഒരു ക്ലബ്ബാകുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കും, പിന്നെ നമ്മൾ ഭാര്യനെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കും, പിന്നെ അളിയന്മാരെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഒരിക്കലും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ ഒരു പേഴ്സണായിരുന്നു പുള്ളി. അപ്പോൾ അങ്ങനത്തെ ഒരു കോച്ച് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് വി ഹാവ് ടു മൂവ് ഓൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മളെ ക്ലബിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അടുത്ത കോച്ചിന് പറ്റട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അടുത്ത കേസാണ് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യം. പലരും എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്യുന്നില്ല, സെല് ചെയ്യാൻ പോകണമെന്നൊക്കെ പലതരത്തിലുള്ള റൂമേഴ്സ് ഉണ്ട്. എനിക്ക് യാതൊരു സോഴ്സും ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റൂമേഴ്സൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നോഹ സദയുടെ കേസിൽ ഇപ്പം മാർക്കസ് കൺഫേം ചെയ്തിട്ടുണ്ട്. മാർക്കസ് നമുക്ക് ആദ്യം തന്നെ ന്യൂസ് തരേണ്ടതാണ്. പക്ഷേ പുള്ളി ഒരു മാന്യനാണ്. പുള്ളി ഇങ്ങനെ ബ്രേക്ക് ചെയ്യില്ല. പുള്ളി സീസണൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്കുള്ളൂ. ചിലപ്പോൾ പുള്ളിക്ക് ആദ്യം ന്യൂസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ പുള്ളി പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ഗോവയിൽ കളിച്ചതിനേക്കാൾ നല്ല രീതിയിൽ KBCയിൽ കളിക്കുന്നു പുള്ളി ഒരു അഡീഷണൽ അപ്ഡേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതങ്ങനെ കിട്ടുന്ന പുള്ളിക്ക് അറിയില്ല. പക്ഷേ ഒരു അപ്ഡേറ്റാണ് പുള്ളി തന്നത്. എന്തെങ്കിലും വെറൈറ്റി വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. എന്തായാലും നോഹ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്ലെയറാണ്. ഞാൻ പുള്ളി ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. നമ്മുടെ ബാക്കപ്പ് ചാനലിൽ ഇട്ടത്. ആ ചാനൽ 2800 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ചാനലിൽ ആ വീഡിയോ കോപ്പറേറ്റ് അടിച്ചു. അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞാനെല്ലാ എല്ലാ വീഡിയോസും എല്ലായിട്ട് കോപ്പിറൈറ്റ് അടിച്ച് ആ ചാനലും ഒരു ഇതും ഡേഞ്ചറിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു എന്താ പറയുക, അതിൻ്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. നമ്മളെന്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ. എങ്ങനെയെങ്കിലും ഒരു തപ്പി കണ്ടുപിടിച്ച് വേറെ എന്തോരം ചാനലുണ്ട് ഇങ്ങനെ ISL വീഡിയോ ഇടുന്ന, അവർക്കൊന്നും പറ്റുന്നില്ലല്ലോ. നമ്മളെ മാത്രം ഇങ്ങനെ വന്ന് തല്ലിപ്പൊളിക്കുന്ന ഒരു അവസ്ഥയാണ്. ഫസ്റ്റിൽ നോക്കി പണി തരുന്ന പോലെയാണ്. എന്തായാലും നോസത് ഒരു മിനിമം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്ലെയറാണ്. നല്ലൊരു പ്ലെയറാണ്. ഒരുവിധം എല്ലാ കോച്ചിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലെയർ. ഞാൻ ഒരുവിധം എടുത്ത് പറയാൻ കാരണം ISL തന്നെ മനോളയുടെ സൈഡിലുള്ള പ്ലെയറാണ്. മനോള പലപ്പോഴും
നമുക്ക് പുള്ളിയുടെ പോസ്റ്റ് മാച്ച് ഒക്കെ വർത്തമാനം പറയുമ്പോൾ തോന്നുന്നു പുള്ളിക്ക് കൈൻഡ് ഓഫ് പ്ലെയേഴ്സിന് വേണം. നോഹ പുള്ളി സൈൻ ചെയ്ത പ്ലെയർ അല്ല, കാർലോസ് പിനയുടെ അടിയിലുള്ള പ്ലെയർ ആയിരുന്നു. പക്ഷേ എന്നാലും മനോലോയുടെ അടിയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പുള്ളിക്ക് പറ്റി. ഈവൻ മനോലോക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ളൊരു പ്ലെയർ അല്ലാട്ട് കൂടി. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മാർക്കസ് പറഞ്ഞത് നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഗോൾ അടിക്കാൻ മാത്രമല്ല, കുറേ ഷോട്ടൊക്കെ എടുക്കും, അത് വേറെ കേസ്. പക്ഷേ എന്നാലും ഗോൾ അടിക്കാൻ ഒരു ഫിനിഷിംഗ് എബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അതേപോലെ തന്നെ ചാൻസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് കഴിഞ്ഞ സീസൺ മിസ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും കൂടി പറ്റുന്നൊരു പ്ലെയറാണ്. നല്ല രീതിയിൽ നമ്മുടെ ടീമിൽ പെർഫോം ചെയ്യുന്നു പ്രതീക്ഷിക്കാം. ഏത് കോച്ച് എന്നാലും എന്തെങ്കിലും റോള് തരാൻ പറ്റുന്ന, റോള് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. വിങ്ങറായിട്ടും സ്ട്രൈക്കറായിട്ടും സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ടും നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെയാണ് അപ്പോൾ നോസദിയുടെ കേസ്. ഇനി നമുക്ക് Q&A സെഷനിലേക്ക് വരാം. Q&A സെഷൻ സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിന് വേണ്ടിയാണ് നടത്തിയത്. സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഓൾറെഡി ഒരു Q&A സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ Q&A സെഷൻ പോണതിന് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു വീഡിയോ ചെയ്തു. പക്ഷേ നമ്മൾ ക്ലബ്ബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അത് റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ റെക്കോർഡ് ചെയ്യില്ല, ഞാനത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ നമ്മളോട് ടേക്ക് ഡൗൺ ചെയ്യാൻ വീഡിയോ പറഞ്ഞു. ഞാൻ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ Q&A സെഷൻ്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്ത യാതൊരു കാര്യവും എനിക്ക് ഈ വീഡിയോയിലും പറയാനായിട്ട് പറ്റില്ല. നമുക്ക് അത് ക്ലബിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു എന്താ പറയുക ഗൈഡ് ലൈനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കതിൻ്റെ എന്താ പറയുക ആക്ഷൻസ് നമുക്കെതിരെ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇഷ്ടംപോലെ പേര് എന്നോട് പേഴ്സണലിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത്. പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ മാത്രം മാനേജ്മെൻറ്റ് വിളിച്ചത്. അങ്ങനത്തെ ഒരു സംഭവമല്ല. എനിക്ക് പേഴ്സണലി കേൾക്കുമ്പോൾ നമ്മൾ ഈ 2500 രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ വലിയ ഒരു ഫാനായി ബാക്കിയുള്ളൊരു മോശം ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഞാൻ ഇഷ്ടംപോലെ നമ്മളെക്കാളും സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിനേക്കാളും കമ്മിറ്റഡ് ആയിട്ട് ഉള്ള ഫാൻസ് നമ്മൾ മാച്ചസ് പോകുമ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ കാണുന്നതാണ്. എത്രമാത്രം ഹാർഡ് കോർ ആയിട്ടുള്ള KBC ഫാൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പലർക്കും ഈ സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസയുടെ മാത്രമല്ല, പലരും നാട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വേറെ സ്ഥലത്തായിരിക്കും എല്ലാ മാച്ചിനും വരാൻ പറ്റുന്ന. എന്നിട്ട് പോലും സീസൺ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുടെ ക്ലബിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ സ്റ്റേഡിയത്തിൽ പോകുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ എന്താ പറയുക ഫാൻസ് ഒരു വികാരമായിട്ട് കൊണ്ടെടുക്കുന്ന ക്ലബ്ബാണ്. അപ്പോൾ അതിൽ സീസൺ ടിക്കറ്റേഴ്സിനും മാത്രം കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കുക, എക്സ്ക്ലൂസീവ്, സത്യം പറഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് വലിയ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ നടന്ന സംഭവങ്ങൾ പറയാനായിട്ട് നിങ്ങളോട് പറ്റില്ല, ആ ഒരു അവസ്ഥയാണ്. എക്സ്ക്ലൂസീവായിട്ടൊന്നും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫാൻസ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഏത് ഫാൻസ് ആയാലും അറിഞ്ഞിരിക്കേണ്ട വളരെ ജനറിക് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലബിൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ ക്ലബിൻ്റെ ചില പോളിസീസ് അത് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും വേഗം ഫാൻസ് അറിയുന്നു അത്രയും നല്ലതാണ്. അതുകൊണ്ട് ഒരു ദോഷമുണ്ടതിനേക്കാൾ ഉപരിയായിട്ട് വളരെ നല്ല കാര്യമാണ്. ഫാൻസിന് ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് മൈ ക്ലബ്, ഇങ്ങനെയാണ് നമ്മുടെ ക്ലബ്ബ് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐഡിയ ഫാൻസിന് കിട്ടും. അതും നേരിട്ട് STD അല്ലെങ്കിൽ CUD ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് അവർ നേരിട്ട് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റ് മോണിറ്റർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലബിൻ്റെ കളികൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ അപ്രോച്ച് നോക്കിയിട്ടോ അല്ല നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് അത് ST അല്ലെങ്കിൽ CEO പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്കിനി പല പല റൂമേഴ്സ് വരുന്നുണ്ട്, പ്ലെയർ നിൽക്കോ ഇല്ലയോ, അതൊക്കെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നമ്മുടെ ക്ലബിൻ്റെ വിഷൻ അല്ലെങ്കിൽ പോളിസിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾ അറിയേണ്ടത് എനിക്ക് തോന്നുന്നു ഫാൻസിൻ്റെ ഒരു അവകാശമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഏതെങ്കിലും സീസൺ ടിക്കറ്റ് ഹോൾഡറിൻ്റെ DM-ൽ ചോദിച്ചിട്ട് ഇങ്ങനെ ബ്രോ എന്താണ് പറഞ്ഞത് ചോദിക്കേണ്ട ഒരു ആവശ്യം, ഒരു ഗതികേട് KBC ഫാൻസിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളത് ഡിസർവ് ചെയ്യുന്നൊരു സംഭവമാണ്. നിങ്ങൾ എൻ്റെ DM-ൽ വന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് ചോദിച്ചോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള റൂമേഴ്സ് ഫോളോ ചെയ്തിട്ടല്ല നമ്മൾ ആ ഡിസ്കഷൻ അറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊരു KBC ഫാനാണെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു സൂം സെഷൻ ആയിരുന്നു, റെക്കോർഡിംഗ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു ജിസ്റ്റ് ഓഫ് ദ മീറ്റിംഗ് അല്ലെങ്കിൽ Q&A സെഷൻ എല്ലാവർക്കും എത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്കത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെട്ടത് ക്ലബിനോട് ചോദിക്കുക. അത് അവർ തന്നെ നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും അതൊരു സെക്കൻഡറി സോഴ്സിൽ നിന്ന് അറിയേണ്ട ഒരു സംഭവമല്ല. എവിടെ നിന്നെങ്കിലും വാട്സാപ്പിൽ നിന്ന് എന്തെങ്കിലും ഫോർവേഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ ട്വിറ്ററിൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് കണ്ടിട്ടോ അറിയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇത് പല കേസിലും ഞാനിങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പ്രീ സീസൻ്റെ കേസൊക്കെ പ്രീ സീസൺ ടൂറൊക്കെ നടത്തുമ്പോൾ എനിക്കത് ഫസ്റ്റ് ഓർമ്മ വന്ന് അപ്പോൾ പ്രീ സീസൺ ടൂർ ക്ലോസ്ഡ് ആയിട്ട് നടത്തിയിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു പ്രീ സീസൺ ടൂർ ടാക്ടിക്സ് ലീക്കാവും, അപ്പോൾ അത് പുറത്ത് കാണാൻ പാടില്ല. പക്ഷെ നമ്മൾ ഫാൻസിൽ നമുക്ക് ജിജ്ഞാസ ഉണ്ടാവും നമ്മളങ്ങനെ കളിക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് ലീക്കാവുന്ന ടാക്ടിക്സ് ലീക്കാവട്ടെ അതൊക്കെ പറഞ്ഞു അവസാനം ക്ലബ്ബ് തന്നെ എന്താ പറയുക യൂട്യൂബിൽ വിത്ത് കമൻട്രി നമ്മുടെ പ്രീ സീസണൊക്കെ സ്ട്രീം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു അവസാനിച്ചു. അതുപോലെ തന്നെ ട്രെയിനിങ് കാണാനായിട്ട് നമ്മൾ പനമ്പള്ളി നഗറിൽ വടിയിൽ കയറി നിൽക്കുന്ന അവസ്ഥയാണ്. അവസാനം സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സ് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൊടുത്തു.
അല്ലെങ്കിൽ അപ്പോൾ ട്രെയിനിങ് ക്ലോസ്ഡ് ആയിട്ട് നടത്തിയാലേ ട്രെയിനിങ് ക്ലോസ്ഡ് ആയിട്ട് അല്ലാണ്ട് നടത്തുന്ന ട്രെയിനുകൾ, അതായത് അധികം ടാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ്ങൾ ഫാൻസിനെ വിളിച്ച് കാണിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് Q&A സെഷൻ ആണെങ്കിലും കാര്യമായിട്ട് എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊന്നുമില്ല, മെയിനായിട്ട് കുറേ ഡിസ്കഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് യൂട്യൂബിൽ ഇട്ടുകൊണ്ടോ മറ്റ് ഫാൻസ് അറിഞ്ഞുകൊണ്ടോ എനിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ വളരെ അഡ്വാൻറ്റേജ് ഉള്ള കേസാണ്. അത് നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നേരിട്ട് നിങ്ങൾ ചോദിക്കുക. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എന്താണ് Q&A സെക്ഷനിൽ നടന്ന് ചോദിക്കേണ്ട ഒരു ഗതികേട് നിൽക്കില്ല എനിക്ക് തോന്നുന്നു. ധൈര്യപ്പെട്ട് നിങ്ങൾക്ക് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നേരിട്ട് ക്ലബിനോട് ചോദിക്കുക. അപ്പോൾ ക്ലബ്ബ് നേരത്തെ പറഞ്ഞ പോലെ പ്രീ സീസൺ 2 ഇത് അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്ത പോലെ ഇതിൻ്റെ വീഡിയോ കൂടി പബ്ലിഷ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ബൈ.